everyone, welcome to RK Classes. I am Aditya, your English buddy. എടാ അപ്പൊ നിങ്ങൾക്ക് +2 ഫസ്റ്റ് ടെർമിനൽ എക്സാംസ് ആണ് ഇനി വരാനുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു എക്സാംസിന് ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതിന്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരാനാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ വേഗം തന്നെ ഇപ്പൊ തന്നെ പോയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോയാൽ തന്നെ നിങ്ങൾക്ക് A+ അല്ല ഞാൻ പറയുന്നത്, ഫുൾ മാർക്ക് തന്നെ ഉറപ്പാണ് കേട്ടോ. സോ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. ഏകദേശം +1 പോലെ തന്നെയാണെങ്കിലും കുറച്ച് കാര്യങ്ങളും കുറച്ച് ഡിസ്കോഴ്സസുകളും ഇവിടെ ആഡ് ആയിട്ട് വരുന്നുണ്ട്. സോ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ടെർമിനലിന് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന പോർഷൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് പോർഷൻ ദ 3 L's ഓഫ് എംപവർമെന്റ്. 3 L's ഓഫ് എംപവർമെന്റ് സ്പീച്ച് ആണ്, അതുണ്ടാവും. പിന്നെ എനി വുമൺ എന്നുള്ള പോം ഉണ്ടാവും, ഹൊറഗലും ഉണ്ടാവും, മാച്ച് ബോക്സ് ഉണ്ട്. ഇതാണ് ആ ഒരു ഫസ്റ്റ് യൂണിറ്റ് എന്ന് വരുന്നത്. ആൻഡ് സെക്കൻഡ് യൂണിറ്റ് എന്ന് മെൻഡിങ് വാള്, അമിഗോ ബ്രദേഴ്സ്, ദ അവർ ഓഫ് ട്രൂത്ത്, ഒരു 1 ആക്ട് പ്ലേ ആണ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓണം എക്സാം അല്ലെങ്കിൽ ഫസ്റ്റ് ടെർമിനൽ എക്സാമിന് നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് ആണ് എന്തുണ്ടാവുക, എക്സാമിന് ഉണ്ടാവുക. അതിന്റെ കൂടെ ലാംഗ്വേജ് എലമെന്റ്സ് അഥവാ ഗ്രാമർ പോർഷൻസും കൂടെ ഉണ്ടാവും. ഇത്രയാണ് ഈ ഒരു പോർഷൻസ് ഒക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടത്. ഇതിൽ ഓരോ ചാപ്റ്ററിനും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അല്ലെങ്കിൽ എന്തൊക്കെ ഡിസ്കോഴ്സസ് വരാം, എത്ര മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. 3 L's ഓഫ് എംപവർമെന്റ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിന് നിങ്ങൾക്ക് റൈറ്റ് അപ്പ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ജനറൽ ടോപ്പിക് തരാം, അല്ലെങ്കിൽ 3 L's ഓഫ് എംപവർമെന്റിന് റിലേറ്റഡ് ആയിട്ടുള്ള 3 L'സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ലീഡർഷിപ്പിനെ പറ്റിയിട്ടോ ലേബറിനെ പറ്റിയിട്ടോ എന്തിനെങ്കിലുമൊക്കെ പറ്റിയിട്ട് റൈറ്റ് അപ്പ് ചോദിക്കാം. 6 മാർക്കിനും 4 മാർക്സിനും ഒക്കെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും 3 L's തന്നെ ആവണം എന്നില്ല. നമുക്ക് ഇനിയുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഹൊറഗലൂന്ന് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് ഒന്ന് മാറി വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഈ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിലൊരു തീം ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പാനൽ ഡിസ്കഷൻസ് നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് വരുന്നതാണ്. ഈ ഒരു ഡിസ്കോഴ്സ് നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. പാനൽ ഡിസ്കഷൻ എങ്ങനെ എഴുതണം എന്നുള്ളത് എൻ്റെ മക്കൾക്ക് വലിയൊരു ഐഡിയ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, കാരണം +1 അങ്ങനെ ഒരു ഡിസ്കോഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ല. പാനൽ ഡിസ്കഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഒരു ജനറൽ ടോപ്പിക്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ വുമണിനെ പറ്റിയിട്ട് വുമൺ എംപവർമെന്റിനെ പറ്റിയിട്ടൊക്കെയാണല്ലോ പഠിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു ജനറൽ ടോപ്പിക് ആയിരിക്കാം തരാം, അല്ലെങ്കിൽ ഒരു സെമിനാർ അത് ബേസ് ആയിട്ടുള്ളതായിരിക്കാം തരാം. അപ്പൊ പാനൽ ഡിസ്കഷൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അടുത്തതാണ് സ്പീച്ച് എന്നുള്ളത്. സ്പീച്ച് എന്നുള്ള ക്വസ്റ്റ്യനും എസ്സേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 3 L's ഓഫ് എംപവർമെന്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. പിന്നെ എനി വുമൺ എന്നുള്ള പോയത്തിന് അനോട്ടേഷൻസ് ഉണ്ടാവാം. അനോട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പോയിന്റ് കോംപ്രഹെൻഷൻ ആണ്. പോയത്തിൽ 2-3 ലൈൻസ് തരും, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ അപ്രിസിയേഷൻ ചോദിക്കാം. അപ്പൊ +2 അപ്രിസിയേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനി വുമന്റെ അപ്രിസിയേഷൻ അല്ല എഴുതാൻ പോരാ, എനി വുമൺ കമ്പയർ ചെയ്തുകൊണ്ട് വേറൊരു അൺനോൺ പോം നിങ്ങൾക്ക് തരും, അത് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങളോട് അപ്രീസിയേഷൻ എഴുതാനാണ് പറയാ. നിങ്ങൾക്ക് മെൻഡിങ് വാൾ എന്നുള്ള പോം ഉണ്ട്, ചിലപ്പോൾ അതിൽ നിന്നും ചോദിക്കാം കേട്ടോ. മെൻഡിങ് വാൾ റിലേറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും പോം തരും, തീം കണക്ട് ചെയ്യാൻ പറ്റിയ പോം തരും, എന്നിട്ട് അതിന്റെ അപ്രീസിയേഷൻ ചോദിക്കാം. ഈ ഒരു 2 പോയത്തിൽ നിന്ന് അപ്രീസിയേഷനോ പോയിന്റ് കോംപ്രഹെൻഷനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ മെൻഡിങ് വാൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ 2 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നോക്കിക്കേ, ഹൊറഗലു റിലേറ്റഡ് ആയിട്ട് ബ്ലേബ് ചോദിക്കാം. ബ്ലേബും എൻ്റെ മക്കൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ള വലിയ ഐഡിയ ഉണ്ടോ എന്ന് അറിയില്ല. വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഏതൊക്കെ ഡിസ്കോഴ്സസ് ആണ് നിങ്ങൾക്ക് അറിയാത്തത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ഡിസ്കോഴ്സസുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ കമന്റ് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന്റെ മുന്നേ ഓരോ ഡിസ്കോഴ്സസ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ ഹൊറഗലു ബേസ്ഡ് ആയിട്ടാവാം, അല്ലെങ്കിൽ ഒരു അൺനോൺ ബുക്കിനെ ബേസ്ഡ് ചെയ്തിട്ട് നമുക്ക് ബ്ലേബ് ഉണ്ടാക്കാൻ പറയാറുണ്ട്. പാരഗ്രാഫ് റൈറ്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഹൊറഗലുന്നും മാച്ച് ബോക്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് വെച്ചാൽ പാസേജ് തരും, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ കുറച്ച് എലമെന്റ്സ് അല്ലെങ്കിൽ പാസേജസ് തന്നിട്ട് അതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഹൊറഗലുന്ന് ചോദിക്കാറുണ്ട്. പിന്നെ മാച്ച് ബോക്സിൽ എപ്പോഴും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാൻ അല്ലെങ്കിൽ പാരഗ്രാഫ് 8 എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻ ആണ് കമ്പയർ വുമൺ ടു മാച്ച് ബോക്സസ്. നമ്മുടെ റൈറ്റർ അതിൽ വുമണിനെ മാച്ച് ബോക്സസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. സോ അത് എങ്ങനെയാണ് എന്നുള്ളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുള്ളത് മാച്ച് ബോക്സ് എന്നാണ് അധികം. ഒന്നെങ്കിൽ അജിത്തിൻ്റെതായിരിക്കാം, നോമിതയുടേതായിരിക്കാം. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്.
ലെറ്റർ റൈറ്റിംഗ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഫോർമൽ ലെറ്റർ ചോദിക്കാറുണ്ട്, ഇൻഫോർമൽ ലെറ്റർ ചോദിക്കാറുണ്ട്, ലെറ്റർ റൈറ്റിംഗ് നമുക്ക് ചോദിക്കാറുണ്ട്. മെൻഡിങ് വേർഡ് നമ്മൾ പറഞ്ഞതുപോലെ പോയിന്റ് കോംപ്രഹെൻഷൻ, അപ്രീസിയേഷൻ, കമ്പയർ ചെയ്തിട്ട് അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ ഗുഡ് ഫ്രണ്ട്സസ് മേക്സ് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, പിന്നെ അമിഗോ ബ്രദേഴ്സിലും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് അമിഗോ ബ്രദേഴ്സിന്റെ ആ ഒരു ഇവന്റ് ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇമെയിൽ ചോദിക്കാറുണ്ട്, അനൗൺസ്മെന്റ് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അനൗൺസ്മെന്റ്. ഈ ചാപ്റ്റർ ബേസ് ചെയ്ത് തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഇൻട്രൊഡക്ടറി അനൗൺസ്മെന്റോ ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. പിന്നെ ദ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും അനൗൺസ്മെന്റ് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു നാടകം തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു അനൗൺസ്മെന്റ് കൊടുക്കൂലേ, അങ്ങനെ ചോദിക്കാറുണ്ട്. അതിനെയാണ് സ്ക്രിപ്റ്റ് ഓഫ് അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി അനൗൺസ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ സാധാ അനൗൺസ്മെന്റ് ചോദിക്കാറുണ്ട്. അപ്പൊ 2 ടൈപ്പ് ഓഫ് അനൗൺസ്മെന്റ് ചോദിക്കാറുണ്ട്. റൈറ്റപ്പ് പിന്നെ ഏതെങ്കിലുമൊക്കെ ചാപ്റ്ററിനോ അല്ലെങ്കിൽ ജനറൽ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഇതൊന്നും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാറുണ്ട്. ആ ഒരു ബാൾവിന്റെയും ഗ്രഷാമിന്റെ ആ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്രൈബ് നടത്തിയതിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ടടാ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാറുണ്ട്. ഇമെയിൽ, ഇതിലും ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് ആർട്ടിക്കിൾ അടുത്തൊരു ഡിസ്കോഴ്സസ് ആണ്. ചിലപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ജനറൽ ടോപ്പിക്സ് തീം റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളും ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ അടുത്ത ഡിസ്കോഴ്സസ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഇത്രയുമാണ് നമുക്ക് ചാപ്റ്റർ റിലേറ്റഡ് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഇത്രയും ഡിസ്കോഴ്സസുകളും ചാപ്റ്ററിന്റെ ഒരു ഓവറോൾ സമ്മറിയും കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കോഴ്സസ് എന്നുള്ള എല്ലാ മാർക്കും നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും. ഇത്രയൊക്കെ ഡിസ്കോഴ്സസുകളെ ചോദിക്കാറുള്ളൂ. ഓക്കെ, പിന്നെയാണ് ഗ്രാമർ പോർഷൻസ്. ഗ്രാമർ പോർഷൻസിൽ വരുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവാറുണ്ട്, നിർബന്ധമായിട്ടുണ്ടാവും. 2 മാർക്കിനൊക്കെ റിപ്പോർട്ടഡ് സ്പീച്ച്, ചിലപ്പോൾ 4 മാർക്കിന് വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2 മാർക്കിന് എന്തായാലും റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവും. പിന്നെ അഡ്വൈസസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക് തന്നു, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് തന്നിട്ട് അത് നിർത്തലാക്കാനുള്ള അഡ്വൈസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അഡ്വൈസസ് എഴുതാൻ പറയാറുണ്ട്. പിന്നെ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് സെന്റൻസസുകൾ ചോദിക്കാറുണ്ട്. എഡിറ്റിംഗും നിർബന്ധമായിട്ടും ഉണ്ടാവും, എഡിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവാറുണ്ട്. അതിൽ ചിലപ്പോൾ ഫ്രേസൽ വെർബ്സ് ആവാം, പ്രിപ്പോസിഷൻസ് ആവാം, എന്തായാലും വൊക്കാബുലറി ആവാം. ഇതിലൊക്കെ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് ഗ്രാമറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ പ്രൊഫൈല്, പാനൽ ഡിസ്കഷൻ, ഫോർമൽ ലെറ്റർ ഒക്കെ ജനറൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൊഫൈല് ചോദിക്കാറുണ്ട്. പ്രൊഫൈല് പിന്നെ ആളത് വരും, ഇന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ജനറൽ ആളെ പറ്റിയിട്ട് പ്രൊഫൈല് ചോദിക്കാറുണ്ട്. പാനൽ ഡിസ്കഷനും അതുപോലെ തന്നെ ഇന്ന ചാപ്റ്ററിൽ നിന്ന് വരും, ഇന്ന ചാപ്റ്റർ ബേസ് ചെയ്ത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജനറൽ ആയിട്ടുള്ള ഒരു തീം അല്ലെങ്കിൽ ഒരു ടോപ്പിക് തന്നിട്ട് പാനൽ ഡിസ്കഷൻ ചോദിക്കാറുണ്ട്. ഫോർമൽ ലെറ്റർ, ലെറ്റർ ടു ദ എഡിറ്റർ ഒക്കെ ആയിട്ട് ജനറൽ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്, A+ അല്ല ഞാൻ പറയുന്നത്, ഫുൾ മാർക്ക് ഇംഗ്ലീഷ് ടെർമിനൽ എക്സാമിന് ഉറപ്പാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് നോക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തായിട്ട് വരുന്നുള്ളൂ. സോ ഈ ഒരു കാര്യങ്ങൾ, ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഡിസ്കോഴ്സസും ഈ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പക്ക ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈ ഒരു ഓണം എക്സാമിന് ഉറപ്പാണ്. അപ്പൊ എന്റെ മക്കൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ഡിസ്കോഴ്സസ്, എന്തൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ക്ലാസ്സസ് വേണ്ടതെന്നുള്ളത് താഴെ ഇപ്പൊ തന്നെ പോയിട്ട് കമന്റ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യാൻ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് എത്തിക്കുക. സോ ലവ് യു ഓൾ, ബൈ.